ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലൈം തോട്ട്സ്. കോയമ്പത്തൂരിലുള്ള GD കാർ മ്യൂസിയത്തിലേക്കാണ് കേട്ടോ നമ്മളിന്ന് വന്നിരിക്കുന്നത്. ബേസ്മെൻറ്റിലാണ് ഈ ഒരു മ്യൂസിയം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻട്രൻസിൽ തന്നെ ഇവല്യൂഷൻ ഓഫ് വീൽസും അതിൻ്റെ ഒരുപാട് കാർസിൻ്റെ ഒക്കെ ഹിസ്റ്ററീസും എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഈജിപ്തിലത്തെ ഫറവോൻ്റെ ഒരു പെയിൻറ്റിംഗ് ഉണ്ട്. അന്നത്തെ കാലത്ത് യൂസ് ചെയ്തിരുന്ന കുതിരവണ്ടിയും അതിൻ്റെ വീൽസിനൊക്കെയാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അന്ന് യൂസ് ചെയ്തിട്ടുള്ള പല കാറുകളുടെ വീൽസുകളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചരിത്രങ്ങളൊക്കെ കണ്ടും കേട്ടും തൊട്ടറിഞ്ഞിട്ടും ഒക്കെയാണ് കേട്ടോ ഞങ്ങൾ ഇതിനകത്തേക്ക് പോയത്. അങ്ങനെ അതിനകത്ത് ചെന്നപ്പോൾ അവിടെ ഒരു മൂവി പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കാസിനെ പറ്റിയിട്ടുള്ള മൂവിയായിരുന്നു. നമുക്കത് കാണാനുള്ള ഫെസിലിറ്റീസും അവർ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു സൈഡിലായിട്ട് കാസിൻ്റെയും ബൈക്സിൻ്റെയൊക്കെ ഒരു മിനിയേച്ചർ ഫോംസുകളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ ഇതൊക്കെ. അതിന് താഴെ ഒരുപാട് ബുക്സ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ഒരുപാട് വിൻറ്റേജ് കാസുകളുടെ ശേഖരമുള്ളൊരു വലിയ ഹാൾവേയിലേക്കാണ്. നമ്മൾ ആദ്യം കാണുന്ന സ്റ്റാച്ചു ഇതാണ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് മോട്ടോർ സൈക്കിൾ. GD നായിഡു ആണ് ഈ ഒരു സൈക്കിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഏകദേശം ഒരു സൈക്കിളിനെ മോഡിഫൈ ചെയ്ത പോലെയല്ലേ കാണാനായിട്ട്. പക്ഷെ അന്നത്തെ കാലത്ത് ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ വലിയൊരു റെവല്യൂഷൻ തന്നെയായിരുന്നു. ഇത് നമ്മൾ കാണുന്നത് ഫോർഡിൻ്റെ ക്വാഡ്രി സൈക്കിളാണ്. ഒരൊറ്റ ലിവർ യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഒരാൾക്ക് സഞ്ചരിക്കാവുന്ന 4 വീലുള്ള ഒരു കാറാണ് കേട്ടത്. പിന്നീട് നമ്മൾ കാണുന്നത് ഇവല്യൂഷൻ ഓഫ് എൻജിനാണ് കേട്ടോ. അന്നത്തെ കാലത്ത് യൂസ് ചെയ്തിരുന്ന പലതരത്തിലുള്ള എൻജിൻസും അതിൻ്റെ വർക്കിങ്ങും ഒക്കെ ഇവിടെ വളരെ മനോഹരമായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് വിൻറ്റേജ് കാർസിൻ്റെ റെയർ കളക്ഷനാണ് കേട്ടോ ഈ മ്യൂസിയത്തിലുള്ളത്. കാറിനെ പ്രണയിക്കുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു വേർത്തി ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ ഈ മ്യൂസിയം. നിങ്ങൾ സമയം കിട്ടുമ്പോൾ എന്തായാലും ഈ മ്യൂസിയം വിസിറ്റ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കൂ. ഒന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയൂ കേട്ടോ.